എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ എന്തെങ്കിലും കാര്യമായ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടായിരിക്കുകയും മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പോളിസി കിട്ടാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്ലാനാണ് കെയർ ഫ്രീഡം പ്ലാൻ. അതായത് ഒരു ലാസ്റ്റ് റിസോർട്ട് പ്ലാൻ എന്ന് പറയാം. അതായത് ഒരു അവസാന ആശ്രയം, അതായത് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പം ഒരുവിധം 1-2 കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളൊക്കെ ഈ പ്ലാനിൽ എടുക്കാറുണ്ട്. നമുക്ക് അണ്ടർറൈറ്ററുടെ തീരുമാനം അനുസരിച്ചാണ് വരിക. പക്ഷെ എങ്കിൽ പോലും ഒരു ലാസ്റ്റ് റിസോർട്ട് പ്ലാൻ ആയിട്ട് നമുക്ക് ഇതിനെ നോക്കാം. ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. നമുക്ക് ആദ്യമായി കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കാര്യങ്ങൾ നോക്കാം. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 91% നിൽക്കുന്നത്. അതായത് 100 ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൽ 91 ക്ലെയിംസ് കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര രൂപ ക്ലെയിമിനായി ചെലവിടുന്നു എന്നുള്ളതാണ്. അതൊരു 50 തൊട്ട് 75 വരെയാണ് എപ്പോഴും നല്ലത്. കാരണം 58% ക്ലെയിംസ് കെയർ നിൽക്കുന്നത്. കാരണം കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് മാർജിനിലേക്ക് 100 രൂപ കിട്ടിയിട്ട് 95 രൂപയും കൊടുക്കുക എന്നുള്ളതൊക്കെ നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇതൊരു ഹെൽത്തി ആവറേജ് ആണ് 58% എന്ന് പറഞ്ഞാൽ. അതുപോലെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിസ്റ്റ് അറൌണ്ട് 9400 അടുത്ത് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന് ഉണ്ട്. കെയർ ഫ്രീഡം പ്ലാനിന് 2 വേരിയൻസ് ആണ്, ഫ്രീഡം 1, ഫ്രീഡം 2 എന്ന് പറഞ്ഞിട്ട്. ഫ്രീഡം 1 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ചേരാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ്. 5 വയസ്സ് ടു ലൈഫ് ലോങ് വരെ 3 ലക്ഷം 5 ലക്ഷം ആണ് സം അഷ്യൂർഡ് അതിന്റെ വരുന്നത്. ഫ്രീഡം 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 46 വയസ്സ് തൊട്ട് ലൈഫ് ലോങ് ഉള്ള ആളുകൾക്ക് കയറാവുന്നതാണ്. 3 lakh, 5 lakh, 7 lakh, 10 lakh വരെയാണ് സം അഷ്യൂർഡ്. മാക്സിമം 10 lakhs വരെയാണ് ഇതിൽ സം അഷ്യൂർഡ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവരാണ് വരുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് വലിയ സം അഷ്യൂർഡ് കൊടുക്കുന്നില്ല ഈ പ്ലാനിൽ എന്നർത്ഥം. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തൊക്കെയാണ് ഇതിൽ എടുക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് എനി PED എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും എടുക്കാം. അണ്ടർറൈറ്ററാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. ഹൈ ബി പി കൂടുതലുള്ളവർ, ഹൈപ്പോ തൈറോയിഡ്, അതുപോലെ ഹെർണിയ, 2ൽ കൂടുതൽ ടൈപ്പ് കോംപ്ലിക്കേഷൻ അസുഖങ്ങളുള്ളവരുടെയും ഇതിൽ എടുക്കാറുണ്ട്, കയറി പോകാറുണ്ട്. പ്ലാനിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് പൊതുവെ കുറച്ച് കുറവുള്ള പ്ലാനാണ്. കാരണം എന്ന് വെച്ചാൽ അസുഖങ്ങളുള്ള കയറുന്നതുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് കുറവുള്ള പ്ലാനാണ്. ഇതിപ്പോൾ റൂം റെന്റ് ആണെങ്കിൽ 3 lakhന്റെ പോളിസിക്ക് ട്വിൻ ഷെയറിംഗും മാത്രമേ അവൈലബിൾ ഉള്ളൂ. ട്വിൻ ഷെയറിംഗ് റൂം മാത്രമേ അവൈലബിൾ ഉള്ളൂ, എനി റൂം അല്ല എന്നർത്ഥം. അത് നോട്ട് ചെയ്യണം. 5 lakhന്റെ പ്ലാൻ ആണെങ്കിലും ട്വിൻ ഷെയറിംഗ് റൂമാണ് അവൈലബിൾ ഉള്ളത് പ്ലാനിൽ. 7 lakhന്റെയും 10 lakhന്റെയും സിംഗിൾ AC പ്രൈവറ്റ് റൂം അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിൾ AC പ്രൈവറ്റ് റൂം അവൈലബിൾ ആവണമെങ്കിൽ 7 lakhsോ 10 lakhsോ കെയർ ഫ്രീഡം എടുക്കണം എന്നർത്ഥം. ICU ചാർജസ് അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യുന്നതായിരിക്കും. കോ പേയ്മെന്റ് ഉള്ള പ്ലാനാണ് കെയർ ഫ്രീഡം പ്ലാൻ. അതായത് 70 വയസ്സ് വരെ 20% കോ പേയ്മെന്റും 70 വയസ്സിന് മുകളിൽ 30% കോ പേയ്മെന്റും ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റുകൾ PED ഉള്ള ആളുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് കമ്പനി ആ ഒരു കോ പേയ്മെന്റ് വെച്ചിട്ടുള്ളത്. സബ്ലിമിറ്റ്സ് ഉണ്ട്, ഡിസീസ് വൈസ് സബ്ലിമിറ്റ്സും ഈ പ്ലാനിൽ ഉണ്ട്. ഓരോ ഡിസീസിനും ഇത്ര രൂപ വരെയേ കൊടുക്കുകയുള്ളൂ എന്നുള്ള സബ്ലിമിറ്റ്സ് ഉണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് എമൗണ്ട് കിട്ടും. അത് ഡിഫൈൻഡ് ലിമിറ്റ്സ് അനുസരിച്ചാണ് ഓരോ പ്ലാനും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഡേ കെയർ എക്സ്പെൻസസ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യും. അതായത് ഒരു ദിവസം കിടക്കേണ്ടാത്ത 24 മണിക്കൂർ കിടക്കേണ്ടാത്ത അസുഖങ്ങളുണ്ട്. അതായത് ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോൾ ലാസിക് സർജറി പോലെ അല്ലെങ്കിൽ കീ ഹോൾ സർജറി പോലൊക്കെ നമുക്ക് 2-3 മണിക്കൂറിൽ നമുക്ക് ഡിസ്ചാർജ് ആയി ഇറങ്ങാൻ പറ്റും. ഒരു പ്രൊസീജിയർ വേണം, അതായത് അഡ്മിഷൻ വേണം, പ്രൊസീജിയർ ചെയ്യണം, ഡിസ്ചാർജ് വേണം. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും അപ് ടു സം അഷ്യൂർഡ് ഈ പ്ലാൻ കവേർഡ് ആവും. ഡൊമിസിലറി ട്രീറ്റ്മെന്റ് കവേർഡ് അപ് ടു 10% സം അഷ്യൂർഡ്. അതൊരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബെഡില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഒരുവിധം പുതിയ പ്ലാനുകളിലൊക്കെ 100% സം അഷ്യൂർഡ് കിട്ടും. പക്ഷെ ഇതിൽ 10% സം അഷ്യൂർഡ് കിട്ടുള്ളൂ. അതായത് 10 ലക്ഷം രൂപയുടെ പ്ലാൻ ആണെങ്കിൽ 1 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. അത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആയുഷ് ഈ പ്ലാനിൽ കവേർഡ് അല്ല. ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ കവേർഡ് അല്ല. അതുപോലെ റെസ്റ്റോറേഷൻ 100% ഒരു തവണ 100% റെസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. പക്ഷേ സെയിം ഇൽനെസ്സിന് അവൈലബിൾ അല്ല, ഡിഫറെന്റ് ഇൽനെസ്സിന് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുപോലെ വെയിറ്റിംഗ് പീരീഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് സാധാരണ പോലെ 30 days, 30 day വരെ ആക്സിഡന്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ. 31st day തൊട്ടാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ ആവുന്നത്. സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഒരു 19 അസുഖങ്ങളുണ്ട്, സ്ലോ ഗ്രോയിങ് ഡിസീസസ്, അതിന് 2 year വെയിറ്റിംഗ് പീരീഡ്. PED വെയിറ്റിംഗ് 2 year
ആണുള്ളത്. അതായത് അത് സത്യം പറഞ്ഞാൽ കുറവാണ്. കാരണം വെച്ചാൽ പല മേജർ പ്ലാനുകളിലും 4 കൊല്ലമൊക്കെ ഉണ്ട്. ഇതിൽ PD വെയിറ്റിംഗ് പീരീഡ് 2 years മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില കേസുകളിൽ ചില അസുഖങ്ങൾ പെർമനന്റ്ലി എക്സ്ക്ലൂഡഡ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലത് കമ്പനി ആ അസുഖത്തിന് എടുക്കാൻ പറ്റില്ല എന്നുണ്ട്, ആ അസുഖം മാത്രം പെർമനന്റ്ലി എക്സ്ക്ലൂഡ് ആയിട്ട് എടുക്കാറുണ്ട്. അത് നമുക്ക് അണ്ടർ ഈ പോളിസി നമ്മൾ പ്രപ്പോസ് ചെയ്തതിനു ശേഷം അണ്ടർ റൈറ്ററാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. റൈഡേഴ്സ് ഈ പ്ലാനിൽ ആഡ് ചെയ്യാം. കൺസ്യൂമബിൾസ് കവർ, അതായത് നമ്മുടെ PPE കിറ്റ് പോലെ, ഗ്ലൗസ് പോലെ, സിറിഞ്ച് പോലെയുള്ള കൺസ്യൂമബിൾസ്, അങ്ങനെ ഐറ്റംസ് ഉണ്ട്, 100ഓളം ഐറ്റംസ് ഉണ്ട്. അത് കവർ ചെയ്യുന്ന റൈഡേഴ്സ് എടുക്കാം. കെയർ ഷീൽഡ് എന്ന റൈഡ് എടുക്കാവുന്നതാണ്. ഹോം കെയർ 1000 രൂപ വെച്ചിട്ട് ഓരോ ദിവസവും ഹോസ്പിറ്റലൈസേഷൻ ദിവസം കിട്ടുന്ന ഹോം കെയർ റൈഡർ ഇതിൽ ആഡ് ചെയ്യാം. ഡിഡക്റ്റബിൾ റൈഡർ ഇതിൽ ആഡ് ചെയ്യാം. 25,000 ഡിഡക്റ്റബിൾ ആഡ് ചെയ്യാവുന്നതാണ്. കെയർ OPD റൈഡറും ഈ പ്ലാനിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ 5 റൈഡേഴ്സ് ആണ്. പ്ലാനിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ പ്രീമിയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 30 year ഉള്ള മെയിലിന് ഒറ്റ സിംഗിൾ ആണെങ്കിൽ 7,536 രൂപയാണ് വരുന്നത്. 2 adults, ഹസ്ബൻഡ് വൈഫിന് വരുന്നത് 30 വയസ്സ്, 28 വയസ്സുള്ള കപ്പിൾസിന് വരുന്നത് 11,125 ആണ്. 3 പേര്, ഹസ്ബൻഡ് വൈഫ്, കുട്ടിക്ക് 15,057 രൂപയാണ് വരുന്നത്. നിങ്ങളുടെ സ്പെസിഫിക് പ്രീമിയം ഈ പ്ലാൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പിൽ ഇടാം. മെസ്സേജ് അയച്ച് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു തന്നാൽ നിങ്ങൾ കൃത്യം പ്രീമിയം എടുത്തു തരാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഈ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അസുഖങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്ലാനായതുകൊണ്ട് കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. റൂം റെന്റിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. റൂം റെന്റ് 3 ലക്ഷം 5 ലക്ഷത്തിനൊക്കെ ട്വിൻ ഷെയറിംഗ് റൂമേ അവൈലബിൾ ആവുള്ളൂ. എല്ലാ റൂമും അവൈലബിൾ അല്ല. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ 10% ഓഫ് സമ്മർഷോടെ കിട്ടുകയുള്ളൂ. അതെന്തായാലും ഓർക്കണം. അതുപോലെ ഡിസീസ്, ഓരോ അസുഖങ്ങൾക്കും ഡിസീസ് വൈസ് സബ് ലിമിറ്റ്സ് ഉണ്ട്. 2 year വെയിറ്റിംഗ് പീരീഡ് ഫോർ ക്യാൻസർ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ പ്ലാൻ എടുത്താലും ക്യാൻസറിന് 2 year, ക്യാൻസർ ഇല്ലെങ്കിലും 2 year വെയിറ്റിംഗ് പീരീഡ് ഫോർ ക്യാൻസർ ഉണ്ട്. അതും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. മറ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു പ്ലാനാണ് കെയർ ഫ്രീഡം പ്ലാൻ. അപ്പോൾ കെയർ ഫ്രീഡം പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനോ എനിക്ക് വാട്സാപ്പ് അയക്കാം, കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എന്നെ വിളിക്കാം ആ നമ്പറിൽ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.